ലോസ് ആൻഡോസ് ജനങ്ങൾ ഇതുവരെ കാണാത്ത ഒരു സ്നോഫാളാണ് ഈ വിന്ററിൽ നടക്കാൻ പോകുന്നതെന്ന് വാര നിരീക്ഷകർ വെതർ പോഡ്കാസ്റ്റേഴ്സ് പറയുന്നതനുസരിച്ച് ഇത് ലോസ് ആൻഡോസിന്റെ ചരിത്രത്തിലെ കോൾഡസ്റ്റ് വിന്റർ ആയിരിക്കും. ലെറ്റൂസിയോ, റോക്ക്ഫോർഡ് ഹിൽസ്, പലോമിനോ ഹൈലാൻഡ്സ്, വൈൻവുഡ് ഹിൽസ്, ലാ പുവേർട്ട മുതലായ സ്ഥലങ്ങൾ റെഡ് സോണിൽ പെടുന്നതാണെന്നും ക്രിസ്മസ് ആവുന്നതോടുകൂടി ഈ സ്ഥലങ്ങൾ മഞ്ഞാൽ മൂടപ്പെടുമെന്നും മേൽ പറയുന്ന സിറ്റികളിൽ താമസിക്കുന്നവർ ഗവൺമെന്റ് ഒരുക്കിയിരിക്കുന്ന റെഫ്യൂജി ക്യാമ്പുകളിലേക്കോ മറ്റുള്ള സേഫസ്റ്റ് സ്ഥലങ്ങളിലേക്കോ മാറണമെന്ന് ഗവൺമെന്റ് അറിയിച്ചു. ഫ്രാങ്ക്ലിൻ ആ റെഡ് സോണിലുള്ള ലിസ്റ്റ് നമ്മുടെ സ്ഥലമുണ്ടല്ലോ. അപ്പൊ നമ്മള് ഗവൺമെന്റ് ഒരുക്കിയിരിക്കുന്ന റെഫ്യൂജി ക്യാമ്പിലേക്ക് പോകണോ? എന്താ റെഫ്യൂജി ക്യാമ്പ്? എന്തിന്? ന്യൂസുകാര് വെറുതെ വാർത്തയില്ലാതിരിക്കുമ്പോ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് നമ്മളെ പേടിപ്പിച്ച് അങ്ങോട്ട് ചാനലിന്റെ റേറ്റിംഗ് കൂട്ടാനുള്ള പരിപാടിയിൽ ഇതൊക്കെ മഞ്ഞൊക്കെ എല്ലാ വർഷവും ഇവിടെ വീഴാറുള്ളതല്ലേ. നോർമൽ മഞ്ഞാണ് ഇവിടെ വീഴുള്ളൂ. മാത്രമല്ല നമ്മുടെ സ്ഥലം കുറച്ച് ഹൈ ആൾട്ടിറ്റ്യൂഡ് ആയതുകൊണ്ട് തന്നെ ഇവിടെ മഞ്ഞ് വലിയ രീതിയിൽ ബാധിക്കില്ല. പിന്നെ എന്തിനാണ് അവർ ഈ സ്ഥലം റെഡ് സോണിലാക്കിയത് എനിക്കറിയാൻ പാടില്ലാത്ത. അല്ല തന്നെ വെതർ ഫോർകാസ്റ്റ് പറയണ എന്തെങ്കിലും ശരിയായിട്ടുണ്ടോ? എനിക്ക് വന്നത് ഇപ്രാവശ്യമായിരിക്കും ഏറ്റവും കൂടുതൽ മഞ്ഞ് കുറവ് പെയ്യുന്നതെന്ന്. ഫ്രാങ്ക്ലിൻ പക്ഷേ ന്യൂസില് ഇപ്പൊ ന്യൂസിൽ എന്തൊക്കെ പറയണേ? ഞാൻ പറയണ കേക്ക്. അല്ല തന്നെ ക്രിസ്മസിന് ആരെങ്കിലും വീഡിയോ ഇട്ടു അതൊക്കെ വീട്ടിൽ തന്നെയാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യേണ്ടത്. ന്യൂസുകാർ പറയണം കേട്ടിരിക്കാതെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി കിടക്കുന്നത്. വീട് ഡെക്കറേറ്റ് ചെയ്യണം, കേക്ക് മേടിക്കണം, ഗിഫ്റ്റ് മേടിക്കണം, എക്സിട്രാ എക്സിട്രാ. വാ നമുക്ക് പോയിട്ട് ക്രിസ്മസിന് വേണ്ടിയുള്ള സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി ഷോപ്പിങ്ങിന് പോവാം. ഡോറ് തുറക്കും. എന്താ പുറത്ത് ഭയങ്കര തണുപ്പാണല്ലോ. ഓക്കെ കാറിക്കറി കണ്ടോ. ഞാൻ പറഞ്ഞില്ല ഇപ്രാവശ്യം മഞ്ഞ് കുറവായിരിക്കുമെന്ന്. കഴിഞ്ഞ പ്രാവശ്യം ഈ സമയത്തൊക്കെ എന്ത് മഞ്ഞായിരുന്നു അറിയാം എനിക്ക്. റോഡ് ഫുള്ളും മഞ്ഞ് മൂടി കിടക്കുമായിരുന്നു. അപ്പോഴാണ് അമ്മമാർ ഒരു കോൾഡസ്റ്റ് വിന്റർ. ഞാൻ പറയാം ഇവിടുത്തെ വെതർ എന്താന്ന് ഇതൊക്കെ എനിക്ക് കാണപ്പെടാം. ഇനി അങ്ങോട്ട് ക്രിസ്മസ് അടുക്കും തോറും മഞ്ഞ് കൂടി വരും. ഒരു 10 ദിവസം കഴിയുമ്പോൾ മഞ്ഞ് തന്നെ കുറയും. അത്രേ ഉള്ളൂ. ഓക്കെ അങ്ങനെ നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ മേടിച്ച് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ചിഞ്ചാനെ വേണം ഡെക്കറേറ്റ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ മേടിച്ച് വീട്ടിൽ എത്തിയപ്പോഴത്തേക്കും വൈകുന്നേരമായി. ഇനിയിപ്പോൾ നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ രാത്രിയാകും, തണുപ്പ് കൂടുകയും ചെയ്യും. വേണ്ട നാളെ ചെയ്യാം. നാളെ രാവിലെ എഴുന്നേറ്റ് ഫസ്റ്റ് ജോബ് ക്രിസ്മസ് ഡെക്കറേഷൻ. തണുക്കുന്നേ. എന്താ ഭയങ്കര തണുപ്പ്. തണുക്കാതിരിക്കാനാണ് വീണ്ടും മേളിൽ കിടന്നത്. ഇപ്പൊ മേളിലും തണുപ്പാ. എഴുതൊക്കെ ഈ തണുപ്പത്ത് എങ്ങനെ കിടന്നോ? ഷിൻചാനൊന്നും ഒരു വിഷയമില്ല. അവൻ കിടന്ന് ഉറങ്ങുന്നുണ്ടല്ലോ. തേടാ വായിന്നൊക്കെ പുക വരുന്നു. അമ്മാര് തണുപ്പാ പുറത്തുനിന്ന് തോന്നുന്നു. ഡിസംബർ മാസത്തിലെ തണുപ്പ് സീനാ. പുറത്ത് ഫുള്ള് കോടയാണോടാ. നിക്ക് ആ വീടിന്റെ പുറത്ത് സ്നോ ആണ് കിടക്കുന്നത്. രാത്രി നല്ല മഞ്ഞുമഴ പെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ ക്രിസ്മസിന് അധികം ദിവസമില്ല. നമുക്ക് വീടൊക്കെ ഡെക്കറേറ്റ് ചെയ്യാനുള്ള. ഷിൻചാനെ എഴുന്നേക്കടാ. തണുത്ത് കുറച്ചാണല്ലോ പറയണത്. ഓക്കെ നീ കിടക്കെ എഴുന്നേക്കുമ്പോ വാ ഞാൻ പോയിട്ട് ഡെക്കറേറ്റ് ചെയ്യാനുള്ള പഴി നോക്കട്ടെ. നമ്മുടെ വീടിന്റെ ചില സ്ഥലത്ത് ഡോറില്ല. അതാണ് പ്രശ്നം. തണുപ്പകത്തേക്ക് കയറും. ഡെക്കറേറ്റ് ചെയ്യാനുള്ള ഓൾമോസ്റ്റ് എല്ലാ സാധനവും നമ്മൾ മേടിച്ച് ഇനി എന്തെങ്കിലും വിട്ടുപോയോ? ഷിൻചാനെ എഴുന്നേക്കും വാട്ടർ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിട്ട് ഒരു കാര്യം മേടിച്ചിട്ടില്ല. ഷിൻചാനുള്ള ഗിഫ്റ്റ് അത് സർപ്രൈസ് ആണല്ലോ വേണമല്ലോ കൊടുക്കാൻ വേണ്ടിട്ട്. സാന്റാക്ലോസിന്റെ വേഷം ഇട്ട് വന്ന് അവനെ പറ്റിച്ചു കൊടുക്കാൻ ഗിഫ്റ്റ്. അതിനു മുമ്പ് ക്രിസ്മസ് ലൈറ്റ് ഒക്കെ ഇട്ട് വീട് മൊത്തത്തിൽ ഒന്ന് അടിപൊളിയാക്കണം. നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ നിന്ന് തന്നെ തുടങ്ങിയേക്കാം. ഓക്കെ ഡോറ് തുറക്ക്. ഡോർ തുറക്കാത്ത അങ്ങോട്ട് പെട്ടിയും വെച്ച് ഡോർ തുറക്കാൻ പാടാ. പെട്ടി ഇവിടെ ഇവിടെ ഇരിക്കട്ടെ. ഡോർ എന്തോടെ ഒരു എന്താ തുറക്കാൻ പറ്റാത്തത്? ഈ ഡോറ് സ്റ്റക്കായെന്ന് തോന്നണം. അതെങ്ങനെ തുറക്ക് നിക്ക് ഇത് മഞ്ഞ് വീണ്ടും ഡോർ സ്റ്റക്കായേക്കെന്ന് തോന്നുന്നു നമ്മുടെ വീടിന്റെ ഫ്രണ്ടില്. എന്ത് പറ്റി? എന്താ അവിടെ അത് പിന്നെ നമ്മുടെ ഈ ഡോറ് മഞ്ഞ് വീണൊന്ന് സ്റ്റക്കായി പോടാ. ഈ ഡോർ എങ്ങനെ തുറക്കും? നമ്മളെങ്ങനെ വെളിയിൽ പോകും? അത് സിമ്പിൾ അല്ലേ. ആ ഫ്രണ്ടിലത്തെ സ്നോ എടുത്ത് മാറ്റി കഴിഞ്ഞാൽ ഡോറിന്റെ സ്റ്റക്ക് മാറും. വാ ഇപ്പൊ മാറ്റി കാണിച്ചാലും ഞാൻ നമ്മുടെ പുറകു വഴി ഇറങ്ങി ആദ്യം ഫ്രണ്ടിൽ ചെല്ലണം. നിക്ക് ഇവിടെയൊക്കെ സ്നോ കിടക്കണേ. സാധാരണ ഡിസംബർ മാസത്തിൽ ഇങ്ങനത്തെ സ്നോ വീഴാറില്ലാത്തതാണല്ലോ. ഇപ്രാവശ്യം ശരിക്കും നല്ല മഞ്ഞാന്ന് തോന്നണേ. എന്തായാലും സ്നോ കിടക്കാനാണ് നല്ല രസമുണ്ട്. ഇപ്രാവശ്യം മഞ്ഞ് കുറവായിരിക്കും. അത് പിന്നെ ബാക്ക് 1999 പെയ്ത മഞ്ഞ് വെച്ച് നോക്കുമ്പോ ഇതൊക്കെ എന്ത് അങ്ങനെ കുറവായിരിക്കും ഞാൻ ഉദ്ദേശിച്ചത്. നിക്ക് എന്താ നമ്മളെ സ്വിമ്മിംഗ് പൂളിൽ എന്തോ ഓ മൈ ഗോഡ് വെള്ളമേ ഐസായി പോയല്ലോ. അത്ര തണുപ്പൊക്കെ ഉണ്ടോ? പക്ഷെ എനിക്കങ്ങോട്ട് ഫീൽ ചെയ്യുന്നില്ലല്ലോ. സ്വിമ്മിംഗ് പൂള് ഫുള്ളായിട്ട് ഐസ് ആയിട്ടില്ല. ഒരു ഭാഗം ആയിട്ടുള്ളൂ. സോ തണുപ്പ് കുറവാണ്. കണ്ടോ ഈ തണുത്ത വെള്ളത്തിലൊക്കെ നമുക്ക് തണുപ്പുണ്ട്. കാലുമര വെച്ചേ. എന്താ ഫ്രാങ്ക്ലിൻ തണുക്കുന്നുണ്ടോ? എത്ര തണുപ്പായി ഇതൊക്കെ. എനിക്ക് എന്ത് ഞാൻ എത്ര നേരം വേണമെങ്കിലും തണുപ്പ്. വർത്താനം പറഞ്ഞേക്കാതെ വന്ന കാര്യം ചെയ്യടാ. ആ ഫ്രണ്ടിലത്തെ മഞ്ഞ് മാറ്റട്ടെ. ചോപ്പന്തറ മഞ്ഞിന്റെ മേളിൽ കയറിയിരിക്കണത്. നിനക്ക് തണുപ്പൊന്നും ഇല്ലടാ. അയ്യടാ നിനക്ക്. എല്ലാം ക്രിസ്മസിന്റെ കളികൾ. എനിക്കെന്തോ ഞാൻ മഞ്ഞിന്റെ മേളിലല്ല നിൽക്കണത്. ഫ്രണ്ടിലുള്ള മഞ്ഞ് മാറ്റി ഡോർ ഓപ്പൺ ആക്കട്ടെ. ഇവിടെയൊക്കെ ഫുള്ളും മഞ്ഞ് വീട് കിടക്കട്ടോ. നമ്മുടെ ഫ്രണ്ടിലും മഞ്ഞ് ഇവിടേക്ക് ഉണ്ട്. പക്ഷെ എല്ലാ സ്ഥലത്തും ഇല്ല. ചില സ്ഥലത്ത് വന്ന് അടിഞ്ഞു കൂടും. കാറിന്റെ ടയർ മഞ്ഞ് മുങ്ങിപ്പോയാലോ. അതൊക്കെ കുഴപ്പമില്ല. നമ്മുടെ ഫ്രണ്ടിലത്തെ ഡോറിന്റെ മഞ്ഞ് ഹോളി ഷിറ്റ്. അവിടെ നോക്കിയപ്പോ കുറച്ച് കളയുന്നല്ലോ. ഇത് കുറെ ഉണ്ടല്ലോ. ചുമ്മാ അതല്ല ഡോർ തുറക്കാൻ വേണ്ടി പറ്റാത്തത്. കറക്റ്റ് ഫ്രണ്ടിൽ തന്നെ വന്ന് കുവിഞ്ഞു കൂടി കിടക്കണേ. എന്താ ഓക്കെ. സോ ഇത് കോരി മാറ്റാൻ വേണ്ടിട്ട് കുറെ ടൈം എടുത്തു. ഐ ഗോട്ട് ആൻ ഐഡിയ സർജി.
ഷിൻചാനെ ഞാൻ ഇപ്പൊ വരാടാ. ഫ്രാങ്ക്ലിൻ ബൈ എന്ത് ചെയ്യാൻ വേണ്ടി പോവാ? നിക്കളാ, ഞാൻ പറയാം. ചെറിയൊരു പരിപാടിയുണ്ട്. ഈ ഫ്രാങ്ക്ലിന്റെ ബുദ്ധി എന്ന് പറഞ്ഞാൽ സുമ്മാവാ. ഇതൊക്കെ ഒറ്റ നിമിഷം കൊണ്ട് ഞാൻ ഇവിടുന്ന് മാറ്റി കാണിച്ചു തരാം. എങ്ങനെ ഉണ്ടാ ഷിൻചാനെ എന്റെ ബുദ്ധി? ഫ്രാങ്ക്ലിൻ ബൈ ഇത് വെച്ചെന്താ കാണിക്കണ? ഇതെങ്ങനെ മഞ്ഞ കളയുന്നത്? അതറിയില്ലേ, ഇതിന് ചൂട് കാറ്റല്ലേ വരുന്നത്. ചൂട് കൊണ്ട് ഐസ് ഉരുകൂലേ? ഈ ചൂട് കാറ്റുകൊണ്ട് ഈ ഐസൊക്കെ ഉരുകി വെള്ളമായിട്ട് ഇവിടുന്ന് പോകും. പിന്നെ ഡോറക്കാലോ ഉരുകാൻ വേണ്ടി തുടങ്ങി. നോക്കണം ഷിൻചാനെ, പതിയെ പതിയെ താന്നു പോടാണ്ടോ. ഞാൻ പറഞ്ഞില്ലേ ഇത് വർക്കൗട്ട് ആവുന്നത്. ഇതിപ്പോ തന്നെ ഒരു രീതി. എവിടെ നോക്കട്ടെ. ഫ്രാങ്ക്ലിൻ ബൈ ഇത് താന്നു പോണ്ട്. ഫ്രാങ്ക്ലിൻ ബൈയുടെ ബുദ്ധി അപാരാണല്ലോ. ഓക്കെ സെറ്റ്. ഇപ്പൊ മഞ്ഞ കുരുകി പോയിട്ടുണ്ട്. ഇനി കുറച്ച് മഞ്ഞ അവിടെ ഇവിടെ ഉണ്ട്. പക്ഷേ ഡോർ തുറക്കാൻ വേണ്ടി ഇത് മതിയായിരിക്കും. ഓക്കെ ഡോർ ഓപ്പൺ. ഓൾറൈറ്റ് സക്സസ്. ഇനി നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാനുള്ള സാധനം എടുക്ക്. ഓക്കെ ഷിൻചാനെ ഇവിടെ പോയി. ഷിൻചാനെ അതേ നിൽക്കണ്. വാടാ, ഇതിന്ന് ഒരു സാധനങ്ങളൊക്കെ എടുത്ത് ഈ വീട് ഫുൾ ഡെക്കറേറ്റ് ചെയ്താ. ആദ്യം ഈ ഫ്രണ്ടിൽ നിന്ന് തന്നെ തുടങ്ങിയേക്കാം. ഓക്കെ എഴുത്തും വെച്ച് 2025 ഡെക്കറേഷൻ ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട്. മേരി ക്രിസ്മസ്. തണുപ്പന്തറ കുറച്ച് കൂടി വരുന്ന പോലെ. ഷിൻചാനെ നീ എന്താ അവിടെ ചെയ്തോണ്ടിരിക്കണേ? കൊള്ളാല. ആ മഞ്ഞ് കൊണ്ട് നീ മഞ്ഞുമാനെ ഉണ്ടാക്കിയോ? സ്നോമാനെ. ഗുഡ് ജോബ് ഗുഡ് ജോബ്. ഇതൊക്കെ എന്ത്? എന്നാ 2-3 ഉണ്ടാക്കി വെച്ചേക്ക്. എന്തായാലും തണുപ്പ് സീൻ തണുപ്പാട്ടോ. കുറെ നേരമായിട്ട് പുറത്തേക്ക് കാരണം തണുത്ത് മറിച്ചു പോയി. ഞാൻ നീ വന്നേക്കടാ, ഞാൻ വീണ്ടും ഉള്ളിൽ കാണും. തണുപ്പ് കാരണം ഇവിടെ നിൽക്കാൻ വേണ്ടിയുള്ള നമ്മുടെ ക്രിസ്മസ് ട്രീ ചോപ്പിനെ കുറെ നേരമായിട്ട് കാണാനില്ല. ഈ തണുപ്പ് അവന് കുഴപ്പം. അവൻ പുറത്ത് ചില്ലടിച്ചുകൊണ്ട്. ഓക്കെ വീടിനകത്ത് പോടാ. ഓക്കെ വീടിനകത്ത് കയറിയപ്പോൾ ആശ്വാസമുണ്ട്. ഡെക്കറേഷൻ ചെയ്ത് സമയം പോയത് അറിഞ്ഞില്ല കേട്ടോ. Merry Christmas to all! എത്ര എന്താ ചുറ്റിനും ഒരു വെള്ള കളർ. ദൈവമേ, ഉറക്കത്തിന് ഞാൻ മരിച്ച സ്വർഗത്തെത്തിയാ. കേക്ക് ഇത് നമ്മുടെ വീട് തന്നെയല്ലേ? എന്താടാ അവിടെ മൂടിക്കിടക്കുന്നത്? എഴുന്നേക്ക് നോക്കട്ടെ. ഇത് സ്വർഗമല്ലടാ, മഞ്ഞ് വീണ് നമ്മുടെ ഇവിടെ മൊത്തം മൂടിക്കിടക്കുന്നതാ. ആ മഞ്ഞിലാണല്ലേ ഞാൻ ഇപ്പൊ ഇവിടെ നിക്കണത്. ഫുള്ളൊരു വെള്ളമയം, സ്വർഗമൊക്കെ പോലെ. നമ്മുടെ പുറത്തേക്കുള്ള വഴി മഞ്ഞ് കീറി അടഞ്ഞല്ലോടാ. ആദ്യമായിട്ട് ഇങ്ങനെയൊക്കെ മഞ്ഞ് വീഴുന്നത്. കറക്റ്റ് ഇങ്ങനെ ഈ ഓപ്പണിംഗ് ഉള്ള സ്ഥലത്താണ് മഞ്ഞ് അടയുന്നത്. പുറത്തേക്ക് നോക്കി ഫുള്ള് മഞ്ഞ്. ഒന്നും കൂടെ മനസ്സിലാവുന്നില്ല പുറത്തേക്ക് നോക്കിയിട്ട്. ക്രിസ്മസ് ആയില്ലേ, സ്വാഭാവികം. കണ്ടാ അവര് പറഞ്ഞ പോലെ നമ്മൾ റെഫ്യൂജി ക്യാമ്പിലേക്ക് വല്ലതും പോരുന്നേ. ഇതൊക്കെ കാണാൻ വേണ്ടി പറ്റുമോ? ഷിൻചാനെ നോക്കണം. നമ്മുടെ വീട്ടിൽ ആദ്യമായിട്ട് സ്നോ ഒക്കെ വന്നേക്കണത്. എന്താ ഫ്രാങ്ക്ലിൻ ബൈ കിടന്ന് ഒച്ചേക്കണത്? ഉറങ്ങാൻ സമ്മതിക്കില്ലേ? തണുപ്പത്ത് ഒരു വിധത്തില് ഇവിടെ എന്താ പറ്റിയ? ഫ്രാങ്ക്ലിൻ ബൈ ഇതെന്താ മഞ്ഞാണോ കിടക്കുന്നേ? അതേടാ മഞ്ഞ്. ഇത്രയും നാൾ ഇവിടെ നിന്നിട്ട് നീ കണ്ടിട്ടില്ലോ? ഡിസംബർ മാസത്തിൽ മാത്രം അങ്ങനെ വരാറില്ല. ചില ഡിസംബർ മാസത്തിൽ മാത്രം വരുന്ന ഒരു സംഭവമാണിത്. ഐ മീൻ റോഡൊക്കെ മഞ്ഞ് വീണ് മൂടാറുണ്ട്. പക്ഷെ വീടേ പാതി മൂടി പോയല്ലോടി. ഫ്രാങ്ക്ലിൻ ബൈ അപ്പൊ നമ്മളെങ്ങനെ വെളിയിൽ പോകും? എന്താ വെളിയിൽ പോവാൻ? ഈ വഴി അടഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളപ്പുറം നിക്ക് ആ വഴി അവിടെ തന്നെ ഉണ്ടോ നോക്കട്ടെ. കഴിഞ്ഞ ദിവസം നമ്മുടെ വീടിന്റെ ഫ്രണ്ടിലത്തെ വാതിലല്ലേ ആദ്യം അടഞ്ഞിട്ട്. സ്നോ എങ്ങനെ ഇവിടെ എത്തിയത്? പതിയെ സ്നോ ഒക്കെ ഉള്ളിലേക്ക് എങ്ങനെയൊക്കെ കയറി വരുന്നുണ്ട്. ഓക്കെ പോയി നമ്മുടെ ഡോറിന്റെ കാര്യം നോക്കട്ടെ. ഞാൻ ഇവിടുന്ന് കയറാൻ വേണ്ടി കുറച്ച് പാടോ. ഓക്കെ എങ്ങനെയൊക്കെ കയറി. ഷിൻചാനെ ഞാനേ കയറി ഇങ്ങോട്ട് കയറിയോടാ. ഇനി എവിടെയൊക്കെയാണോ സ്നോ വീണ് കിടക്കണത്. എന്നാലും ഇതൊക്കെ അകത്തേക്ക് എങ്ങനെയാ? ഓക്കെ ഡോറ് ഭാഗ്യം ഇവിടെ വലിയ സ്നോ ആയിട്ട് തോന്നില്ല. പക്ഷെ ഇവിടെ കുറച്ചുണ്ട്, അത് കുഴപ്പമില്ല തുറക്കാൻ. ഓ മൈ ഗോഡ്, സ്നോ വീണ് ഈ ഡോറ് ഇന്നും സ്റ്റക്ക് ആയെന്ന് തോന്നുന്നു. ഓടി വന്ന് ഇടിച്ചു തുറന്നാലാ. ഓക്കെ സ്റ്റെപ്പ് ബാക്ക്. ഹിയർ വി ഗോ. പിടിച്ചോ. ഓടാൻ പോലും പറ്റുന്നില്ല. ഇത് വഴി മഞ്ഞ് വീണ് നടന്നിട്ടാണോ? മാൻ ഇത് തുറക്കുന്ന ലക്ഷണം കാണുന്നില്ല. ഫ്രാങ്ക്ലിൻ ബൈ ഡോറ് പിന്നെ സ്റ്റക്കായോ? ആ ന്യൂസുകാർ അപ്പോഴേ പറഞ്ഞതാ ഈ സ്ഥലത്തുള്ളവർ മാറി താമസിക്കണമെന്ന്. ഇനി നമ്മൾ എങ്ങനെ വെളിയിൽ പോകും? സത്യാത്ത് നീ എന്താ ഇങ്ങനെ നെഗറ്റീവ് അടിക്കുന്നത്? ഈ ഡോർ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ഇനിയും വഴിയുണ്ടല്ലോ. വന്നേ നോക്കട്ടെ. നമ്മുടെ പുറകിലത്തെ ആ ഒരു ഓപ്പണിങ്. ഇതെന്താ ഇവിടെ ഫുള്ള് സ്നോ നടക്കുന്നത്? സീൻ നമ്മുടെ 2ാമത്തെ നിലയിൽ വരാനും മാത്രം അത്ര പൊക്കത്തിലാണ്. ഓ ഷിറ്റ്, നമ്മുടെ ഇവിടുത്തെ ഈ ഒരു ഓപ്പണിങ് സ്നോ വീണ് ക്ലോസ് ആയി കിടക്കുവാണല്ലോ. ഫ്രാങ്ക്ലിൻ ബൈ പണിപാളി നമുക്കപ്പോ പുറത്തു പോകാൻ വഴിയൊന്നുമില്ല. നമ്മള് വീടിനകത്ത് ലോക്കായി. വീടിനകത്ത് ലോക്കം. ഇത് അങ്ങോട്ട് പോയിക്കേ. അവിടെ ആ മരത്തിന് മേളിൽ സ്നോ വീണ് കിടക്കണേ. അത്ര പൊക്കത്തിലാ സ്നോ ഉള്ളത്. നമ്മുടെ ഈ ഗ്ലാസ് സ്നോ കൊണ്ട് ഫ്രീസേ ആയിപ്പോയി. ചിഞ്ചാവരുടെ പോലെ നമ്മൾ വീടിനകത്ത് ലോക്കായ നോക്കുന്നത്. കാരണം ഇനി പുറത്തേക്ക് പോകാനുള്ള വഴി നമ്മുടെ വീട്ടിൽ ഇല്ല. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഐസ് വല്ലതും മെൽറ്റ് ആക്കിയിട്ട് പൊട്ടിച്ചല്ലോ. പക്ഷേ ഇത് മെൽറ്റ് ആക്കാനുള്ള എക്യുപ്മെന്റ്സ് കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ലല്ലോ. അല്ല തന്നെ ഇത് മെൽറ്റ് ആകുമോ? ആ ചെറിയ ബ്ലോർ വെച്ചിട്ടൊന്നും നടക്കണ കാര്യമില്ല. ഇത് മാത്രല്ല അത് പുറത്തും കണ്ടു. ഷിറ്റ് വി ആർ ട്രാപ്ഡ്. ആയതിന് വീടിന്റെ ഉള്ളു ഫുള്ള് മഞ്ഞാൽ മൂടപ്പെട്ടില്ല. ഇവിടെ വരെ മഞ്ഞുകൊണ്ട് മൂടപ്പെട്ട കാരണം അതിന്റെ അപ്പുറത്തേക്ക് തണുപ്പടിക്കാൻ വേണ്ടി പറ്റിയ അതൊക്കെ വീട്. ഇപ്പൊ നമുക്ക് പുറത്തേക്ക് പോകാനുള്ള വഴി ആയിക്കോട്ടെ. ഐഡിയ സെർച്ച്. നമ്മുടെ ചോപ്പാണ് നമ്മുടെ വജ്രായുധം. നമ്മുടെ ചോപ്പ് പോയി നമ്മൾ ഇവിടുന്ന് വെളിയിൽ കൊണ്ടുപോകാൻ വേണ്ടിട്ട് ചോപ്പിനെ കൊണ്ട് നമ്മൾ നമ്മുടെ വീടിന്റെ ഈ ഡോറിന്റെ ഫ്രണ്ടിലുള്ള മഞ്ഞ് മാന്തി മാറ്റുന്നു. ഡോറിന്റെ ബ്ലോക്ക് മാറ്റുന്നു. പുറത്തേക്ക് കിടക്കുന്നു. ചോപ്പിനെ ഇപ്പൊ വിളിക്കാൻ വേണ്ടി ഓക്കെ ഇവിടെ നോക്കിയാൽ ചോപ്പിനെ കാണാൻ പറ്റുന്നതാണ്. ചോപ്പേ എവിടെ? അവനെ കാണാനില്ല. സാധാരണ ഇവിടെ തെണ്ടിത്തിരി നടക്കണുള്ളവൻ. ചോപ്പിന്റെ ഒരു ഒച്ചനക്കില്ലല്ലോ. ചോപ്പ് ഇവിടെ ഇല്ലെന്ന് തോന്നുന്നത്. പുറത്ത് മഞ്ഞാണെങ്കിൽ കൂടി വരുവാണല്ലോ. ചോപ്പേ എവിടെയാണോ നീ? ഫ്രാങ്ക്ലിൻ ബൈ ചോപ്പിന്റെ ഒച്ച അവിടുന്ന് കേട്ട പോലെ. എന്താ അവിടുന്ന്? ശരിയാണല്ലോ, അവിടുന്ന് വെച്ച കേട്ടില്ലോ. അവൻ ഇതിന്റെ അകത്തുണ്ടെന്ന് മാത്രം.
പോച്ചിടാ ചോപ്പേ, നീ എന്തിനാടാ വീണ്ടും ഉള്ളിൽ വന്ന് കിടക്കണത്? നീ പുറത്തല്ലേ ഉണ്ടാവേണ്ടത്? എന്ത് പുറത്താ ഈ തണുപ്പത്താ? തമാശ പറയല്ലേ ഫ്രൈങ്കിൾ ബൈ. എടാ ബ്ലഡി ഫുൾ ചോപ്പേ, തമാശയാ. എന്നാ ഈ തമാശ കൂടി കേട്ടോ. നമ്മൾ എല്ലാരും ഈ വീടിനകത്ത് പെട്ടുപോയി. പുറത്തേക്ക് ഇറങ്ങാൻ ഒരു വഴിയില്ല. മഞ്ഞുകൊണ്ട് എല്ലാ വഴികളും ബ്ലോക്ക് ആയി കിടക്കുക. ആണോ? അല്ലേ ഈ മഞ്ഞത്ത് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഒരു കാര്യമില്ല. എന്ത് പുറത്തേക്ക് ഇറങ്ങിയിട്ട് കാര്യമില്ലതാ? ഡേയ്, ഈ മഞ്ഞ് ഇനി ഉള്ളിലേക്ക് കയറി വരും ചിലപ്പോ. ഇന്ന് രാത്രി ഇവിടെ കിടന്നുറങ്ങി കഴിഞ്ഞാൽ നാളെ രാവിലെ എഴുന്നേക്കണം മണ്ണിനടിയിലായിരിക്കും. മഞ്ഞിനടി കിടന്ന് തന്നെ മരിച്ചു. ന്യൂസിൽ പറഞ്ഞപ്പോഴേ ഇവിടെ വിട്ട് പോകേണ്ടിയായിരുന്നു. ഇന്ന് രാത്രി ഇവിടെ കിടക്കണം. പക്ക റിസ്ക. പുറത്തൊരാളുണ്ട്, നമ്മൾ എങ്ങനെയാണ് ഇവിടെ നടക്കാം. പക്ഷെ പുറത്തെങ്ങും ആരെയും കാണാനില്ലല്ല. ഇനി എന്ത് ചെയ്യും നമ്മൾ? ആലോചിക്കുക എങ്ങനെ ഇവിടുന്ന് വെളി പോകും. അതായത് ഹൈക്കോട്ടാൻ അനത്ര ഐഡിയ സർജി. നമ്മുടെ ഫോണിലുള്ളത്. ഫോൺ എടുത്ത് മൈക്കിൽ നിന്ന് വിളിച്ചു നോക്കാം. ഇനി നമ്മളെ സഹായിക്കാൻ അവനെ പറ്റുള്ളൂ. അവനും മഞ്ഞി പെടാണ്ടിരുന്നാ മതിയായിരുന്നു. ദൈവമേ, ഫോൺ എടുക്ക്. മൈക്കൽ. ഇനി അവൻ നമ്മളെക്കാളും വലിയ അവസ്ഥയിലിരിക്കുകയാണെങ്കിലോ? മൈക്കിളെ ഫോൺ എടുക്ക്. മൈക്കിളെ ഞാൻ പറഞ്ഞ ശ്രദ്ധിച്ചേക്ക്. ഞാൻ വീടിനകത്ത് പെട്ടിരിക്കോടാ. മഞ്ഞ് കാരണം എല്ലാ വഴിയും അടഞ്ഞിരിക്കുക. എന്നെങ്കിലും ഇങ്ങോട്ട് രക്ഷിക്കടാ. എടേ, നിന്ന് പോയി. നീ എന്നെ എങ്ങനെയും രക്ഷിക്കടാ. ആ ശരിടാ, വേഗം വരുമ്പോ ഈ മഞ്ഞ് മാറ്റാനുള്ള എന്തെങ്കിലുമൊക്കെ കൊണ്ട് കട്ടാക്കിയാ. അവൻ വരട്ടെ. ഞാൻ ഇനിയൊന്നും പഠിക്കാനല്ലടാ. മൈക്കിൾ പുറത്തുണ്ട്. അവൻ നമ്മളെ എങ്ങനെയാലും ഇവിടെ നിന്ന് ഇറക്കിയിരിക്കും. ഞാൻ പറയുകയാണെങ്കിൽ ഇവിടെ ഈ ഒരു മഞ്ഞ് കണ്ടു. ഈ മഞ്ഞ് എങ്ങനെയെങ്കിലും പൊട്ടിക്കാണ് ഇവിടുന്ന് ചാടി മഞ്ഞ് വഴി തന്നെ നമുക്ക് ഊർന്നിറങ്ങാൻ വേണ്ടി പറ്റും. എന്തായാലും അവൻ വരട്ടെ. മൈക്കിൾ വന്നാരേ നൈസായിട്ട് ഇവിടെ ഇരിക്കാം. ഇവിടെ ആകുമ്പോ ചെറിയ ചൂടൊക്കെ ഉണ്ട്. TV കണ്ടിരിക്കാം. ഫ്രാങ്ക്ലിനെ, ഞങ്ങൾ ഇവിടെ എത്തിടാ. നീ ഉള്ളിലില്ലേ? മൈക്കിളിന്റെ ഒച്ചല്ലേ കേട്ടത്? അവനെത്തിയാ? ഓക്കെ, കുറെ സമയമായില്ലേ. ഞാൻ ഒന്ന് കിടന്ന് ഉറങ്ങിപ്പോയി. മൈക്കിളെ, ഞാൻ ഇതിന്റെ ഉള്ളിൽ തന്നെ ഇട്ടാ. ഷിൻചാനും ചോപ്പും ഒക്കെ ഉണ്ട്. ഞങ്ങളെ വെളിയിൽ കൊണ്ടുപോടാ. ഓക്കെ. ഇവിടെ ഫുള്ള് മഞ്ഞാണല്ലോടാ. കുഴപ്പമില്ല, ഇതൊക്കെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. എന്റെ കണക്കുള്ളിൽ വെച്ചിട്ട് ഫ്രണ്ടില് മഞ്ഞ് കൂമ്പാരമേ ഉണ്ടെന്ന് തോന്നുന്നു. നീ ഇതൊക്കെ എങ്ങനെ മാറ്റൂടാ? എടാ, കോരി മാറ്റാണ് ഇന്നെങ്കിലും തീരൂല കേട്ടോ. കോരി മാറ്റാൻ തന്നെയാ, പക്ഷേ ഷൗബലി കൊണ്ടല്ല. അതിന് വേണ്ടിയുള്ള സാധനമായിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. ഇതൊക്കെ ആലോചിക്കാതെ ഞാൻ ഇങ്ങോട്ട് വരുവാടാ. ഈ മഞ്ഞ് കാലത്ത് സർവൈവ് ചെയ്യാനുള്ള ഫുൾ സെറ്റപ്പ് എന്റെ കയ്യിലുണ്ട്. ഇത് മതി ഈ മഞ്ഞ് മൊത്തം കോരി മാറ്റാൻ വേണ്ടിട്ട്. ഓക്കെ, ഇറ്റ്സ് ടൈം. സംസാരിച്ചു മതി. ഇറ്റ്സ് വർക്ക് ടൈം. ഫ്രാങ്ക്ലിനെ, കുറച്ചു നേരം കൂടി വെയിറ്റ് ചെയ്യടാ. ഇപ്പൊ തന്നെ നിന്നെ വെളിയെടുക്കാം. ഈ JCB തുമ്പിക്കയുടെ ഒറ്റ വലി കൊണ്ട് തന്നെ പാതി മഞ്ഞ ഇങ്ങനെ പോരാനാണ് സാധ്യത. ഓൾറൈറ്റ്, ഹിയർ വി ഗോ. ഓക്കെ, എടുക്കത് കണ്ടില്ലേ നമ്മുടെ JCB പവർ? പാതി മഞ്ഞ നമ്മുടെ JCB തുമ്പിക്കയിലുണ്ട്. ഇപ്പൊ വിചാരിച്ച പോലെ അല്ല കേട്ടോ. സ്നോയ്ക്ക് വെയിറ്റ് കുറച്ച് കൂടുതലുള്ള പോലെ തോന്നുന്നുണ്ട്. ഓക്കെ, റിവേഴ്സ്. ഓൾറൈറ്റ്, ഈ മഞ്ഞ് സൈഡിലേക്ക് വല്ലതും മാറ്റി വെക്കാം. തൽക്കാലം ആ ഡോർ ഒന്ന് ഫ്രീ ആക്കുക. അത്രേ ഉള്ളൂ നമ്മുടെ ലക്ഷ്യം. ഓക്കെ, ഇത് ഇവിടെ ഇരിക്കട്ടെ. ഇനിയുണ്ട് കുറെ മഞ്ഞ വാറിന്റെ ഫ്രണ്ടില്. JCB ഇതൊക്കെ സിമ്പിൾ. ഓക്കെ, ഫ്രണ്ടിലത്തെ സ്നോ ഒക്കെ മാറ്റിട്ടുണ്ട്. ഇപ്പൊ ഇത് തുറക്കാൻ വേണ്ടി പറ്റാനാണ്. ഓടി വന്ന ഒറ്റ ചാട്ടം. ഓക്കെ, ഫ്രാങ്ക്ലിനെ എവിടെ നീ? ഓക്കെ, വാളാ, എത്ര പെട്ടെന്ന് പോ. മൈക്കിളെ, ശരി. നീ എന്താ ഇട്ടേക്കണോ? തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വസ്ത്രങ്ങൾ. ഞാൻ അതുപോലും ഇല്ല. ഓക്കെ, ഷിൻചാനെ ജാബേ വാളാ. ഇനി വീണ്ടും ഈ ഡോർ മഞ്ഞ് വീണ് അടയുന്ന മുമ്പ് ഇവിടുന്ന് പോട്ടെ. ഫൈനലി നമ്മൾ പുറത്തേക്ക് എത്തി. ഓ നോ, പുറത്തെ അവസ്ഥ ഇതാണോ? ഇത് മഞ്ഞൊക്കെ കൊണ്ട് കുമിഞ്ഞ് കൂടി കിടക്കണേ. അവിടെ ഫുള്ള് മഞ്ഞ്. മൈക്കിളിന്റെ മോനല്ലേ നിൽക്കണത്? ആണോ ഫ്രാങ്ക്ലിനെ? നിനക്ക് വേണ്ടി കൊണ്ടുവന്നാണ് ആ വണ്ടി. സ്നോമൊബൈൽ. സ്നോയ്ക്കൂടി പോകാൻ വേണ്ടി. ആ വണ്ടിനെ വെട്ടിക്കാൻ വേറൊരു വണ്ടിയില്ല. ബൈ ദി വേ, നമ്മൾ യാങ്ടിന്റെ അവിടെയാണ് ക്യാമ്പ് അടിച്ചിരിക്കുന്നത്. അവിടെ ചെറിയൊരു കൂട്ടായ്മയാണുള്ളത്. ആ സ്ഥലത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ മഞ്ഞ് പെയ്യും. പക്ഷെ ഇതുപോലെ മഞ്ഞിൽ മൂടപ്പെടൂല. ഐ മീൻ, അതൊരു ഗ്രീൻ സോൺ ആണ്. ഞാൻ വണ്ടി എടുത്തോണ്ട് അങ്ങോട്ടേക്ക് വാ. ഓക്കെടാ, ഇതെന്താ JCB? ഓ, JCB കൊണ്ടാണോ അപ്പൊ നീ മഞ്ഞ് മാറ്റിയത്? പിന്നെന്താ എനിക്ക് വേണ്ടി കൊണ്ടുവന്നല്ലേ ആ സ്നോയിൽ ഓടിക്കണ വണ്ടി? ഓക്കെ, ഡാ മോനെ ഇറങ്ങടാ. ആ വണ്ടി ഇങ്ങോട്ടാ. ഞാനൊന്ന് രസം പിടിച്ച് ഓടിച്ചു വരുവായിരുന്നു. ഓക്കെ, ഇന്നാ കൊണ്ടുപോ. താങ്ക് യു. ഓ, ഈ വണ്ടി കൊള്ളാലോടാ. ഇത് ഏത് സ്നോയിൽ കൂടിയും പോവില്ലേ? ഇവ ഫുള്ള് സെറ്റപ്പിലാണല്ലോ വന്നത്. ഷിൻചാനെ നോക്കണം. ഓക്കെ, വണ്ടി എടുത്തോ, ഞാൻ കേറി. ശരി, പിടിച്ചിരുന്നോ തൊടാ ഫ്രാങ്ക്ലിനെ. ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവുക. നീ ഇവിടെ അധികം കറങ്ങി നടക്കാതെ എത്രയും പെട്ടെന്ന് ക്യാമ്പിലേക്ക് എത്തിച്ചിരി. അവിടെ ക്യാമ്പിൽ മെൻസിന്റെ ആവശ്യമുണ്ട്. ഓൾസോ ഇനി അടുത്ത വള്ളി പിടിക്കരുത്. ആടെ ഇല്ലില്ല, ഞാൻ വരുവാ. നേരെ ക്യാമ്പിലേക്കല്ലേ. ഇനി ഈ ഭാഗത്തേ നിക്കണില്ല. ആ കാണുന്നത് ഒരു മഞ്ഞു മല പോലെ ഉണ്ടല്ലോ. ഈ JCB അതിന്റെ മേളിൽ കയറൂ. അത്രയും മഞ്ഞു വീട് വീടേ മൂടി പോവാഞ്ഞത് ഭാഗ്യം. ദേടാ, JCB കയറുന്നു. ഇന്ന് രാത്രി ഇവിടെ കിടന്നാ എന്തായാലും നമ്മൾ ഡെഡ് ആയനെ. ഓക്കെ, ഫ്രാങ്ക്ലിൻ ബൈ, നമുക്കെന്നാ സേഫ് ആയിട്ട് അവരുടെ പുറകെ തന്നെ പോയാലോ? എന്തിനാ ഇവിടെ നിൽക്കണത്? എന്റെ ഷിൻചാനെ, നീ പേടിക്കണ്ട. അവൻ പറഞ്ഞ സ്ഥലമൊക്കെ എനിക്കറിയാം. പിന്നെ ഈ വണ്ടിയല്ലേ ഉള്ളത്. സിമ്പിൾ ആയിട്ട് നമുക്ക് ഇവിടെ എത്താവുന്നേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ ആ മഞ്ഞുമല കാരണമാണ് കൂടുതൽ മഞ്ഞ് നമ്മുടെ വീട്ടിലേക്ക് വരാണ്ടിരുന്നേന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ ലോസ് ആന്റോസ് സിറ്റിയുടെ അവസ്ഥ എന്തായിരിക്കും? അയ്യോ, നമ്മുടെ വീടിന്റെ അവസ്ഥ മൊത്തത്തിൽ നമ്മൾ നോക്കി പോലുമില്ല. ഷിൻചാനെ ചോപ്പേ, നിങ്ങൾ ഇവിടെ തന്നെ ഞാൻ ഇപ്പൊ വരാം. കാരണം നമ്മൾ ഇങ്ങനത്തെ ഒരു അവസ്ഥ ഈ ലോസ് ആന്റോസ് കണ്ടിട്ട് പോലുമില്ല. മഞ്ഞൊക്കെ മൂടി ഇത് ഇത്രയും ഉണ്ടായിരുന്ന മഞ്ഞ് മല പോലെ ഇവിടെ നമ്മുടെ സ്വിമ്മിംഗ് പൂൾ അല്ലായിരുന്നു ഇവിടെ. അത് ഫുള്ള് ഫ്രീസ് ആയി പോയി. അങ്ങ് ദൂരേക്ക് നോക്കിയേ ലോസ് ആന്റോസിന്റെ അവസ്ഥ. നിൽക്കുക, കുറച്ചും കൂടി ഉയർത്തി കയറിയ കറക്റ്റ് ആയിട്ട് കാണാൻ വേണ്ടി പറ്റും. എന്റെ ഒരു കണക്ക് വിളിച്ചിട്ടാണെങ്കിൽ 2 ദിവസത്തിനുള്ളിൽ നമ്മുടെ വീടേ മുങ്ങാൻ വേണ്ടി സാധ്യതയുണ്ട്. ഓ നോ, അങ്ങ് ദൂരെ കാണുന്നത് അത് മഞ്ഞല്ലേ? മഞ്ഞാൽ മൂടപ്പെട്ട ലോസ് ആന്റോസ്. സോ ബേസിക്കലി ഇതാണ് ദി കോൾഡസ്റ്റ് വിന്റർ ഇൻ ലോസ് ആന്റോസ്. ഓക്കെ, നമുക്ക് തിരിച്ചു പോകാൻ വേണ്ടിട്ട് ഇറങ്ങി പോകേണ്ട കാര്യമില്ല. മഞ്ഞുമല കയറി നമ്മുടെ വീടിന്റെ മേലെ എത്തി. ഓക്കെ, ഇറ്റ്സ് ടൈം
ടു ഗോ. ആ ക്യാമ്പ് ഉണ്ടെന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് കുറച്ച് ദൂരമുണ്ട്. അവന്മാര് പോയത് നേരെ ഇങ്ങോട്ട് തിരിഞ്ഞാ, നമുക്ക് കുറച്ച് ലെഫ്റ്റ് എടുത്ത് തിരിഞ്ഞ് സിറ്റി വഴി ഒന്ന് കയറി അവിടുത്തെ അവസ്ഥ എന്താന്നൊക്കെ നോക്കിട്ട് പോവാം. ഫ്രാങ്ക്ലിൻ ബൈക്ക് തണുക്കുന്നൊന്നുമില്ലേ? ഈ തണുപ്പ് തന്നെ വേണോ? ആ തണുപ്പിനെ ഞാൻ മറന്നേ പോയിരുന്നു. ഇപ്പഴല്ലേ ഇതൊക്കെ പറ്റുള്ളൂ. ചിൽ മാൻ. ഫ്രാങ്ക്ലിൻ ബൈ ഇതെന്താ അന്റാർട്ടിക് എത്തിയോ അതോ കാശ്മീരോ? അന്റാർട്ടിക്കയും കാശ്മീരും ഒന്നും അല്ലടേ, നമ്മളെ ലോസ് ആൻഡോസ് സിറ്റിയുടെ ഇത് കിടക്കണ അന്റാർട്ടിക്ക പോലെ തോന്നുന്നേ ഉള്ളൂ. ഫുള്ള് മഞ്ഞുകൊണ്ട് മൂടിപ്പോയാലോടോ. ഇതൊക്കെ റെഡ് സോണിൽ പെടുന്ന സ്ഥലമാപ്പോ. എനിക്ക് ഫ്രണ്ടിലേക്ക് എന്തോ കട്ടിങ് പോലെ ഉണ്ടല്ലോ. സ്നോ പല രീതിയിൽ ഉണ്ടായി നിൽക്കണ കാരണം കണ്ടറ ഇപ്പൊ വണ്ടി ഓടിച്ചാൽ അങ്ങോട്ട് പോയാൽ നമ്മൾ തലകുത്തി കിടന്നാണ്. ഇത് ഫ്രീസ് ആയിട്ടിരിക്കണ കാരണം പല രൂപത്തിലും പല ഭാവത്തിലും ഉണ്ടാവും. സോ കെയർഫുൾ ആയിരിക്കണം. ഓക്കെ ഓക്കെ, കളി വിട്, തണുക്കാൻ വേണ്ടി തുടങ്ങി. നമുക്ക് ക്യാമ്പിലേക്ക് പോവാം. വൈകുന്നേരം ആവും തോറും സ്നോ കൂടുതലേ ഉള്ളൂ. ഇപ്പൊ എങ്ങോട്ടാ പോകണ്ടേ വഴിയാ? ഇങ്ങോട്ടാന്ന് തോന്നുന്നില്ല. ഈ ബിൽഡിങ്ങിന്റെ ഒക്കെ പാതിയെ മഞ്ഞ് മൂങ്ങി കിടക്കും കേട്ടോ. അത്ര പൊക്കത്തില്ല. മിക്കവാറും ഒന്ന് വഴി തെറ്റിപ്പോകും. മര്യാദക്ക് അവരുടെ കൂടെ പോയാൽ മതിയായിരുന്നു. നോക്കണം, മൈക്കിള് പറഞ്ഞതനുസരിച്ചിട്ട് ഇവിടെയാണ് അവന്മാര് പറഞ്ഞ ക്യാമ്പ്. പക്ഷെ ഇവിടെയും ഭയങ്കര മഞ്ഞാ കേട്ടോ. എന്നിട്ട് ഈ സ്ഥലം എന്താണ് ഗ്രീൻ സോണിൽ കിടക്കണേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഇവിടെ മണ്ണുണ്ടെങ്കിലും മഞ്ഞ് കൂമ്പാരങ്ങളില്ല. ശ്രദ്ധിച്ചോ, ഇവിടെ നോർമൽ മഞ്ഞേ വീഴണമെന്ന് തോന്നുന്നു. അതെ, മൈക്കിളിന്റെ JCB-യിലാ, മൈക്കിളല്ലേ നിൽക്കുന്നത്. ഓക്കെ ഇറങ്ങ് മൈക്കിളെ, ഞാൻ എത്തിയടാ. പറ്റില്ല, നീ എന്ത് പറഞ്ഞാലും ഞാൻ സമ്മതിക്കില്ല. ഫ്രാങ്ക്ലിൻ വന്നല്ല, ഐ ഗോട്ട് ബെറ്റർ തിങ്സ് ടു ഡു. ഫ്രാങ്ക്ലിനെ, ഞാൻ നിന്നെ കാത്തിരിക്കുമായിരുന്നു. നമ്മുടെ ക്യാമ്പിലേക്ക് ശക്തരായ മെൻസിനെ ആവശ്യമുണ്ട്. ഐ മീൻ, ഇത് ഗവൺമെന്റ് സപ്പോർട്ടഡ് ക്യാമ്പ് അല്ലല്ലോ. ഇവിടെ നമുക്ക് ഫുഡ് വേണം, നമ്മൾ വേണം അത് കണ്ടുപിടിക്കാൻ വേണ്ടിട്ട്. എന്താ ഫുഡാ ഈ മഞ്ഞത്തോ? ഞാൻ വന്ന വഴിക്ക് നോക്കി, ഒരു കട പോലും ഇല്ല. പിന്നെ എങ്ങനെ ഫുഡ് കിട്ടാനാ? ഫ്രാങ്ക്ലിൻ, അത് പിന്നെ ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രകൃതിയിലുള്ള സാധനം തന്നെ നമ്മൾ ഹണ്ട് ചെയ്ത് കൊണ്ടുവരേണ്ടി വരും. റെയിൻ ഡേറ്റ്സ്, പിന്നെ ഫ്രീസ് ആയി കിടക്കുന്ന ഒരു നദി ഉണ്ട് അവിടെ നിന്ന് ഫിഷ് കിട്ടും. ഇനിയുള്ള ഈ കുറച്ച് ദിവസങ്ങൾ വിന്റർ കാലം സർവൈവ് ചെയ്യാൻ ഇതൊക്കെ ചെയ്തേ പറ്റുള്ളൂ. ഓ അതാണോ ക്യാമ്പിലേക്ക് ഫുഡൊക്കെ കൊണ്ടുവരണം. അത് ഞാനേറ്റ്. സോ അപ്പൊ ഇവിടെയാണ് നമ്മൾ താമസിക്കാൻ വേണ്ടി പോകുന്നത്. ക്യാമ്പ് എന്ന് പറഞ്ഞപ്പോ ഞാൻ വേറെന്തൊക്കെയോ വിചാരിച്ചത്. എന്തായാലും ഈ ക്യാമ്പ് കൊള്ളാം. ഇവിടെ ക്യാമ്പ് ഫയർ ഒക്കെ ഉണ്ടല്ലോ. പക്ഷേ അവിടെ ഫുഡ് ഒന്നും ഉള്ളതായിട്ട് തോന്നില്ല. നമ്മൾ വേണമല്ലോ കൊണ്ടുവരാൻ വേണ്ടിട്ട്. ഓക്കെ ഇനി ഒത്തിരി പണി നമുക്ക് ഇവിടെ കിടപ്പുണ്ട്. ഐ മീൻ, ഈ ക്യാമ്പിലേക്കുള്ള സപ്ലൈസ് കൊണ്ടുവരാൻ വേണ്ടിട്ട് പ്രാപ്തിയുള്ള ഞാനും മൈക്കിളല്ലേ ഇവിടെ ഉള്ളൂ. അതായത് വീണ്ടും നമ്മൾ മഞ്ഞിലേക്ക് ഇറങ്ങണമെന്ന് സാരം ഈ ക്യാമ്പിൽ നിന്ന്. ഇനി അങ്ങോട്ട് ഈ വിന്റർ തീരുന്നവരെ ഒരു സർവൈവലിന്റെ ദിവസങ്ങളാണ്. എന്തായാലും ക്യാമ്പിലെത്തി നമ്മൾ സേഫ് ആയിട്ട് സ്ഥിതിക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോ വെച്ച് കഴിയുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മളോട് അടുത്ത പുതിയ വീഡിയോ കാണുന്നവരെ ബൈ ബൈ.